നമസ്കാരം. ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ UK ലണ്ടൻ റീജിയന്റെ ആഭിമുഖ്യത്തിൽ കെന്റിലെ ഐൽസ്ഫോർഡിൽ ധന്യന്മാർ ഇവാനിയൂസ് പിതാവിന്റെ 73ാം ഓർമ്മ പെരുന്നാളും പദയാത്രയും സംഘടിപ്പിച്ചു. UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ചടങ്ങുകൾക്ക് അപ്പസ്തോലിക് വിസിറ്റേറ്റർ അഭിവന്യ ഡോക്ടർ കുര്യാക്കോസ് മാർ ഒസ്താത്യോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനാപൂർവമായ പദയാത്രയ്ക്കും പുറമെ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളെ സർട്ടിഫിക്കറ്റ് നൽകി ചടങ്ങിൽ ആദരിച്ചു. അതോടൊപ്പം UKയിലെ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുന്ന റവറൻ ഫാദർ ജോൺസൺ പേഴുംകൂട്ടത്തിനെയും സാന്റിയാഗോ ദെ കോമ്പൊസ്തേലയിലേക്ക് 350 കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്ക് തീർത്ഥാടനം പൂർത്തിയാക്കിയ ഡെന്നിസ് ജോണിനെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി. സഭൈക്യ ദർശനവും ആത്മീയ പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന വലിയൊരു വിശ്വാസ സാക്ഷ്യമായി ഈ ഓർമ്മ പെരുന്നാൾ മാറി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ക്രിസ്ത്യൻ പ്രതിനിധിയായി ഗോവയിൽ നിന്നുള്ള മുൻ MLAയും BJP നേതാവുമായ ഗ്ലെൻ ഡിസൂസ തിക്ലോയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. പഞ്ചാബിൽ നിന്നുള്ള മുതിർന്ന നേതാവ് സർദാർ ഹർജിത് സിംഗ് ഗ്രേവാളാണ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ. കൂടാതെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള S മുനവരി ബീഗത്തെ വൈസ് ചെയർപേഴ്സണായും പാഴ്സി വിഭാഗത്തിൽ നിന്നുള്ള ബർജീസ് ദേശായിയെ അംഗമായും നിയമിച്ചിട്ടുണ്ട്. കത്തോലിക്കർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും സഭയും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയത്തിനും ഈ നിയമനങ്ങൾ നിർണായകമാകും. 1992 നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികൾക്ക് 3 വർഷത്തെ കാലാവധിയാണ് ഉണ്ടാവുക. അശാന്തിയും സംഘർഷങ്ങളും നിറഞ്ഞ ലോകത്ത് സമാധാനം പുലരാൻ ശക്തമായ പ്രാർത്ഥന വേണമെന്ന ആഹ്വാനവുമായി ലിയോ 14 പാപ്പ യൂറോപ്പിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഇറ്റലിയിലെ ചരിത്രപ്രസിദ്ധമായ മോണ്ടെ കസീനോ ആബി പാപ്പ സന്ദർശിച്ചിരുന്നു. തന്റെ വേനൽക്കാല അവധിക്കാലത്തിനിടയിൽ നടത്തിയ ഈ സന്ദർശനത്തിൽ യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും മൂലം ദുരന്തം അനുഭവിക്കുന്ന ലോകരാജ്യങ്ങൾക്കായി പാപ്പ പ്രത്യേകം പ്രാർത്ഥനകൾ അർപ്പിച്ചു. ആയുധങ്ങളും അക്രമവുമല്ല, മറിച്ച് സ്നേഹത്തിനും എളിമയിലുമുള്ള പ്രാർത്ഥന മാത്രമാണ് ലോകത്തിലെ ഓരോ സംഘർഷങ്ങൾക്കും യഥാർത്ഥ പരിഹാരമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഏഷ്യൻ മെത്രാൻ സമിതിയുടെ 12ാമത് പ്ലീനറി അസംബ്ലിക്ക് ഇന്തോനേഷ്യയിലെ ജക്കാർത്തായിൽ തുടക്കമായി. സിനഡ് മാറ്റവും ഏഷ്യയിൽ സമാധാനത്തിന്റെ പാലങ്ങളാകാനുള്ള ദൗത്യവും എന്ന പ്രമേയത്തിലാണ് വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരും മെത്രാൻമാരും പ്രതിനിധികളും ഇവിടെ ഒന്നിച്ചിരിക്കുന്നത്. സഭാ കൂട്ടായ്മയും എളിമയും വളർത്താനും വിവിധ മതങ്ങളും സംസ്കാരങ്ങളുമായി സ്നേഹത്തിൽ സംഭാഷണം നടത്താനും അസംബ്ലി ആഹ്വാനം ചെയ്തു. സഭയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും യുവജനങ്ങളുടെ മുന്നേറ്റവും കൂടുതൽ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് മെത്രാൻമാരുടെ നേതൃത്വം യോഗത്തിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾ ഫിലിപ്പ് നേരി ഫെറോ, കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഉൾപ്പെടെയുള്ള പ്രമുഖ സഭാധ്യക്ഷന്മാർ ഈ ആഗോള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ധന്യന്മാർ ഇവാനിയൂസ് മെത്രാപ്പോലിത്തായുടെ 73ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ പദയാത്രയും മേഖല സംഗമവും നടന്നു. വാഴപ്പള്ളി ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മൂവാറ്റുപുഴ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിലാണ് സമാപിച്ചത്. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മൂവാറ്റുപുഴ മേഖല വികാരി ഫാദർ ജോർജ് മാങ്കുളം സ്വാഗതം ആശംസിക്കുകയും ശ്രീ ലൈജു കോശി മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ അഭിവന്യ യൂഹന്നാൻ മാർ തെയോഡോഷ്യസ് മെത്രാപ്പൊലിത്ത ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് അഭിവന്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ധൂപപ്രാർത്ഥനയും അർപ്പിച്ചു. ഇതോടുകൂടി ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.